Good morning everyone. In this video we will do a numerical problem on wedge friction. A block overlying a 10-degree wedge on a horizontal floor and leaning against a vertical wall and weighing 1500 Newton is to be raised by applying horizontal force to the wedge as shown in figure. Assume coefficient of friction at all contact surfaces be 0.3. Determine the minimum force to be applied to raise the block. Question എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. A block overlying a 10-degree wedge. 10 degree ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 10 ഡിഗ്രി ഉള്ള ഒരു വെഡ്ജ്. It is kept on a horizontal floor and it is leaning against a vertical wall. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലോക്ക്. 1500 ന്യൂട്ടൺ ഉണ്ട് അതിൻ്റെ വെയിറ്റ്. അത് ഫ്ലോറിൽ വെച്ചേക്കാണ്. അതൊരു വെർട്ടിക്കൽ വാളിൽ ഇങ്ങനെ ചാരി വെച്ചേക്കുവാണ്. അപ്പോൾ അതാണ് നമുക്ക് ഉയർത്തേണ്ടത്. എന്ത് വെച്ചിട്ടാണ്? 10 ഡിഗ്രി ഉള്ള ഒരു വെഡ്ജ് വെച്ചിട്ട് ഉയർത്തണം. ഫിഗർ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അസ്യൂം കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അറ്റ് ഓൾ കോണ്ടാക്ട് സർഫസസ് ബി 0.3. അപ്പോൾ നമ്മൾ തിയറി പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. ഇതിൽ 3 കോണ്ടാക്ട് സർഫസ് ആണ് വരുന്നത്. വെയിറ്റും വാളുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസ്, വെയിറ്റും വെഡ്ജുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസ്, വെഡ്ജും ഫ്ലോറുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസ്. ഈ 3 സർഫസിലും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമിൻ ദ മിനിമം ഫോഴ്സ് ടു ബി അപ്ലൈഡ് ടു റേസ് ദ ബ്ലോക്ക്. ഈ ബ്ലോക്ക് ഉയർത്താനായിട്ട് മിനിമം എത്രമാത്രം ഫോഴ്സ് കൊടുക്കണം എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിഗർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വെഡ്ജിനകത്തേക്ക് പി ഫോഴ്സ് കൊടുക്കണം. 1500 ബോഡിയുടെ വെയിറ്റ്. അത് ഉയർത്താനായിട്ട് ഈ പിക്ക് എന്തുമാത്രം മിനിമം എന്ത് വാല്യൂ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് വിൽ ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ വെയിറ്റ്. ഈ മുകളിലിരിക്കുന്ന ഇതിനെയാണ് വെയിറ്റ് എന്ന് വിളിക്കുന്നത്. താഴത്തുള്ളത് വെഡ്ജ്. സോ ഫസ്റ്റ് വിൽ ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് വെയിറ്റ്. ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ വെയിറ്റ്. വെയിറ്റിന് 1500 ന്യൂട്ടൺ. അതിൻ്റെ സെൽഫ് വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതൊരു വാളിന് അഗെൻസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാളിൽ നിന്ന് വരുന്ന റിയാക്ഷൻ ഉണ്ട്. നമുക്കതിനെ R1 എന്ന് വിളിക്കാം. അതുപോലെ ഈ വെഡ്ജ് ആക്ഷൻ നടക്കുന്ന സമയത്ത് ഈ വെയിറ്റ് മുകളിലേക്കാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ടുവേർഡ്സ് ഡൗൺ. ആ ഫ്രിക്ഷനെ നമുക്ക് F1 എന്ന് വിളിക്കാം. ഇനി വേറൊരു കോണ്ടാക്ട് സർഫസ് ഉള്ളത് ഈ വെയിറ്റും ആ വെഡ്ജുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസ് ആണ്. അവിടെ നിന്നുള്ള റിയാക്ഷൻ R2 എന്നിരിക്കട്ടെ. അതായത് വെഡ്ജിൽ നിന്ന് ഈ വെയിറ്റിലേക്ക് വരുന്ന റിയാക്ഷൻ R2, അത് പെർപെൻഡിക്കുലർ ടു ദിസ് സർഫസ്. പിന്നെ അവിടുത്തെ ഫ്രിക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ നമ്മുടെ വെഡ്ജ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് പോകുന്നത്. ആ സമയത്ത് വെയിറ്റ് ആണെങ്കിൽ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്, അല്ലേ? ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അതാണ് ഇവിടെ F2 ഈ ഡയറക്ഷനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ R2 is the reaction from the wedge and F2 is the frictional force. രണ്ടിൻ്റെയും ഡയറക്ഷൻ ശ്രദ്ധിക്കുക. ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്കറിയാം. ഫിഗർ നോക്കിക്കേ, ഈ സർഫസ് എന്ന് പറയുന്നത് 10 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇൻക്ലിനേഷനും 10 ഡിഗ്രി തന്നെ ആയിരിക്കും. ഈ R2വിൻ്റെ 10 ഡിഗ്രി എങ്ങനെയാണ് വരുന്നതെന്ന് അടുത്ത ഫിഗറിൽ പറയുന്നുണ്ട്. അന്നേരം മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ വെയിറ്റിൽ വരുന്ന ഫോഴ്സസും അതിൻ്റെ ഇൻക്ലിനേഷനും. നൗ റിസോൾവിങ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി. ഈ ഫോഴ്സിനെ എല്ലാം ഒന്ന് ഹൊറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയായിരിക്കും? R1 ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സാണ്. R2വിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്. F2വിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്. സോ R1 ടുവേർഡ്സ് റൈറ്റ് ആയതുകൊണ്ട് പ്ലസ് ആണ്. പ്ലസ് R1. F2വിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. സോ അത് മൈനസ് ആണ്. സോ മൈനസ് F2 cos 10. ഇനി R2വിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. ആ കമ്പോണൻറ്റ് ഏതാണ്? R2 sin 10 ആണ്. സോ മൈനസ് R2 sin 10 ഇസ് ഈക്വൽ ടു 0. ഇനി ഇതിനകത്ത് നമുക്ക് F2വിന് പകരം mu R2 എന്ന് കൊടുക്കാം. നമ്മളെല്ലാത്തിനെയും R1 R2 അതിൻ്റെ ടേംസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ R1 അതുപോലെ ഇട്ടു. F2വിന് പകരം mu R2 cos 10 മൈനസ് R2 sin 10 ഇസ് ഈക്വൽ ടു 0. R1 മൈനസ് മ്യൂവിൻ്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 0.3. R2 cos 10 മൈനസ് R2 sin 10 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്ത് sin 10ൻ്റെയും cos 10ൻ്റെയും മ്യൂവിൻ്റെയൊക്കെ വാല്യൂ കൊടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഇക്വേഷൻ ബിക്കംസ്
R1 minus 0.469 R2 is equal to 0. Let that be equation number 1. Now resolving the forces vertically. Vertical ആയിട്ടുള്ള ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. F1 പ്യുവർലി വെർട്ടിക്കൽ, 1500 പ്യുവർലി വെർട്ടിക്കൽ, പിന്നെ R2ൻ്റെ F2ൻ്റെയും വെർട്ടിക്കൽ കമ്പോണൻസ്. ഒന്ന് റിസോൾവ് ചെയ്യാൻ നോക്കിക്കേ. F1ഉം 1500ഉം താഴോട്ടായതുകൊണ്ട് മൈനസ് 1500 മൈനസ് F1. ഇനി ഇതിൻ്റെ F2ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എത്ര വരും? വെർട്ടിക്കൽ കമ്പോണൻറ്റ് താഴോട്ടായിരിക്കും വരുന്നത്. സോ മൈനസ് F2 സൈൻ 10, മൈനസ് F2 സൈൻ 10. ഇനി R2ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, R2ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അപ്വേർഡ് ഡയറക്ഷനാണ്. സോ പ്ലസ് R2 കോസ് 10, പ്ലസ് R2 കോസ് 10 ഇസ് ഈക്വൽ ടു 0. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ F1ന് പകരം മ്യൂ R1 കൊടുക്കാം, F2ന് പകരം മ്യൂ R2 കൊടുക്കാം. സോ മൈനസ് 1500 മൈനസ് മ്യൂ R1 പ്ലസ് R2 കോസ് 10 മൈനസ് മ്യൂ R2 സൈൻ 10 ഇസ് ഈക്വൽ ടു 0. അഗെയിൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 1500 മ്യൂവിൻ്റെ വാല്യൂ കൊടുത്തു, മൈനസ് 0.3 R1 പ്ലസ് R2 കോസ് 10 മൈനസ് അഗെയിൻ മ്യൂവിൻ്റെ വാല്യൂ കൊടുത്തു 0.3 R2 സൈൻ 10 ഇസ് ഈക്വൽ ടു 0. ഇനി അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ മൈനസ് 0.3 R1 പ്ലസ് 0.933 R2 ഇസ് ഈക്വൽ ടു 1500 എന്ന് കിട്ടി. അപ്പോൾ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ R1ൻ്റെ കോഎഫിഷ്യൻറ്റ് മൈനസ് 0.3 ആണ്. ഫസ്റ്റ് ഇക്വേഷനിൽ R1ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ ആ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനെ 0.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 0.3. സോ 0.3 R1 മൈനസ് 0.1407 R2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ രണ്ടും കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ മൈനസ് 0.3, ഇവിടെ പ്ലസ് 0.3 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതങ്ങ് കോഎഫിഷ്യൻറ്റ് 0 ആയിക്കോളും. സോ ഇക്വേഷൻ നമ്പർ 2 പ്ലസ് 3 ഗിവ്സ് യു, ഇത് രണ്ടും 0 ആയി പോവും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0.7923 R2 is equal to 1500. From that R2 is equal to 1893.2 ന്യൂട്ടൺ എന്ന വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് വെഡ്ജ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തത് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ വെയിറ്റ് ആയിരുന്നു. അതിൽ നിന്ന് നമുക്ക് R2ൻ്റെ വാല്യൂ കിട്ടി. അതിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ R1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ല ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ R1 ഈ ക്വസ്റ്റ്യനിൽ ഇനി അങ്ങോട്ട് പ്രസക്തി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ R1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലാത്തത്. ഓക്കെ, ഇനി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് വെഡ്ജ്. വെഡ്ജിനകത്ത് എന്തൊക്കെ ഫോഴ്സസ് ആയിരിക്കും വരുന്നതെന്ന് നോക്കിക്കേ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന P എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. പിന്നെ ഈ കോണ്ടാക്ട് സർഫസിൽ ഈ വെയിറ്റിൽ നിന്ന് വെഡ്ജിലേക്ക് വരുന്ന റിയാക്ഷൻ ഉണ്ട്. ഫ്ലോറിൽ നിന്ന് വെഡ്ജിലേക്ക് വരുന്ന റിയാക്ഷൻ ഉണ്ട്. ഈ രണ്ട് കോണ്ടാക്ട് സർഫസിലുമുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഇത്രയും ഫോഴ്സാണ് ഇവിടെ വരുന്നത്. അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ഇതാണ് 10 ഡിഗ്രി ഉള്ള വെഡ്ജ്. ആ വെഡ്ജിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് P എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. സോ ഹൊറിസോണ്ടൽ ഫ്ലോറിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഫ്ലോറിൽ നിന്നുള്ള റിയാക്ഷൻ നമുക്കതിനെ R3 എന്ന് വിളിക്കാം. നമ്മൾ വെയിറ്റിനകത്ത് R1ഉം R2ഉം യൂസ് ചെയ്തു, അതുകൊണ്ട് ഇവിടെ R3 എന്ന് വിളിക്കാം. വെഡ്ജ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ് ആണ്. അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് F3 എന്ന് വിളിക്കാം. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മൾ നേരത്തെ ബോഡി വെയിറ്റ് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് വെഡ്ജിൽ നിന്ന് വെയിറ്റിലേക്കുള്ള റിയാക്ഷൻ R2 ആണ് നമുക്ക് ഇവിടെ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് വെയിറ്റിൽ നിന്ന് വെഡ്ജിലേക്കും അതേ റിയാക്ഷൻ തന്നെ ഉണ്ടാകും, ബട്ട് സൈൻ വിൽ ബി ഓപ്പോസിറ്റ്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ വെഡ്ജ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. സോ അതിനെ R2 എന്ന് വിളിച്ചു. ഇനി F2ൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരും? വെഡ്ജ് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇൻക്ലിനേഷൻ എത്രയായിരിക്കും? ഇത് 10 ഡിഗ്രി ആയിരിക്കും, അല്ലേ? ഈ സർഫസ് 10 ഡിഗ്രി ആയതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സിനും 10 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ, നമ്മൾ നേരത്തെ ഞാൻ വെയിറ്റ് അനലൈസ് ചെയ്തപ്പോൾ അവിടെ എങ്ങനെയാണ് R2ന് 10 ഡിഗ്രി കിട്ടിയതെന്ന് പറയുമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്.
ഇത് ഇവിടെ 10 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. നമുക്ക് അതിൽ നിന്നൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി, ബാക്കി വരുന്ന ഇവിടെ 80 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടാണ് നമ്മൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 90, ഇത് 10 ആകുമ്പോൾ ബാക്കി ഇവിടെ വരുന്ന ഈ ആംഗിൾ 80 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ സർഫസും ഈ വെർട്ടിക്കൽ സർഫസുമാണ് 90 ഡിഗ്രി വരുന്നത്. അതിൽ ഇത്രയും 80 ആണെങ്കിൽ ബാക്കി ഇവിടെ 10 ഡിഗ്രി ആയിരിക്കും. എഗെയിൻ ഇവിടെ നോക്കിക്കേ, ഈ ഹൊറിസോണ്ടൽ സർഫസും ഈ വെർട്ടിക്കൽ സർഫസുമാണ്. അവിടെ ഈ ആംഗിൾ 80 ആണ് എങ്കിൽ ബാക്കി ഇവിടെ വരുന്ന ആംഗിൾ 10 ആയിരിക്കും. ഈ ആംഗിൾ 80 എന്ന് എങ്ങനെ കിട്ടി? കാരണം ഈ വെഡ്ജിൻ്റെ സർഫസും ഈ R2ഉം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് 10 ആണെങ്കിൽ ഇവിടെ ബാക്കി വരുന്നത് 80 ആയിരിക്കും. ഇവിടെ 80 ആണ് വരുന്നതെങ്കിൽ ഇവിടെ ബാക്കി വരുന്നത് 10 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ R2ൻ്റെ ആംഗിൾ 10 ആംഗിൾ മെയ്ഡ് ബൈ R2 വിത്ത് എ വെർട്ടിക്കൽ 10 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നത്. അതാണ്ട് ഇവിടെ നമ്മൾ അങ്ങനെയാണ് 10 ഡിഗ്രി മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് വെഡ്ജ് വരയ്ക്കുന്നത്. വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഈ ആംഗിൾസ് മാർക്ക് ചെയ്യാനും ഈ ഫോഴ്സസിൻ്റെ ഡയറക്ഷനും കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. നൗ റിസോൾവിങ് ഫോഴ്സസ് ഹൊറിസോണ്ടലി. ഇവിടെ വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെ വരും? പി ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. ഈ ഫ്രിക്ഷണൽ F3 പ്യുവർലി ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. F2ൻ്റെ R2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻസും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. P ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, സോ മൈനസ് പി. F3 ടുവേർഡ്സ് റൈറ്റ് ആണ്, സോ പ്ലസ് F3. F2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ടുവേർഡ്സ് റൈറ്റ് ആണ്, സോ പ്ലസ് F2 cos 10. ഇനി R2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ടുവേർഡ്സ് റൈറ്റ് ആണ്, സോ പ്ലസ് R2 sin 10. F2 cos 10 plus F3 minus P plus R2 sin 10 is equal to 0. ഇനി F2ന് പകരം നമ്മൾ mu R2 എന്ന് കൊടുക്കുന്നു. mu R2 cos 10 plus mu R3, F3ക്ക് പകരം mu R3 കൊടുക്കുന്നു. mu R3 minus P plus R2 sin 10 is equal to 0. ഇനി നമുക്ക് R2ൻ്റെ വാല്യൂ ബോഡി അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. മ്യൂവിൻ്റെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സോ 0.3 ഇൻറ്റു R2 is 1893.2 cos 10 plus 0.3 R3 minus P plus 1893.2 R2ൻ്റെ വാല്യൂ കൊടുത്തു, sin 10 is equal to 0. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അവിടെ പിയും R3യും മാത്രമേ അൺനോൺ ആയിട്ട് വരുന്നുള്ളൂ. സോ P minus 0.3 R3 is equal to 888.08. Let that be equation number 4. Now resolving the forces vertically. ഇതിനെ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ടെന്ന് നോക്കിക്കേ. പിയും F3യും ഇല്ല, അത് രണ്ടും പ്യുവർലി ഹൊറിസോണ്ടലാണ്. R3 എന്ന പ്യുവർലി വെർട്ടിക്കലായിട്ടുള്ള ഫോഴ്സ് ഉണ്ട്. F2ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, R2ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. R3 മുകളിലേക്ക് ആയതുകൊണ്ട് പ്ലസ് R3, F2ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ടുവേർഡ്സ് അപ്പ് ആയതുകൊണ്ട് പ്ലസ് F2 sin 10, R2ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ടുവേർഡ്സ് ഡൗൺ ആയതുകൊണ്ട് മൈനസ് R2 cos 10. R2 വെർട്ടിക്കലുമായിട്ടും ആണ് 10 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ കമ്പോണൻറ്റ് കോസ് ആയിരിക്കും. സോ മൈനസ് R2 cos 10. നോക്കിക്കേ, റിസോൾവിങ് ഫോഴ്സസ് വെർട്ടിക്കലി minus R2 cos 10 plus F2 sin 10 plus R3 is equal to 0. Again R2ൻ്റെ വാല്യൂ കൊടുക്കുന്നു, F2ന് പകരം mu R2 എന്ന് കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. R2 is 1893.2, so minus 1893.2 cos 10 plus 0.3 into 1893.2 into sin 10. ഇതെങ്ങനെയാണ് വന്നത്? F2ന് പകരം mu R3 plus R3 is unknown, sorry, F2ന് പകരം mu R2 പ്ലസ് R3 അൺനോൺ ആണ്, അത് അങ്ങനെ തന്നെ കൊടുത്തു, ഇസ് ഈക്വൽ ടു 0. സോ ഇതിനകത്ത് R3 മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. സോ യുൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് R3 ആസ് 1765.8 ന്യൂട്ടൺ. അപ്പോൾ R3 കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. സോ പി ഇസ് ഈക്വൽ ടു 0.3 R3 പ്ലസ് 888.08. അതിൽ R3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് പി ആസ് 1417.8 ന്യൂട്ടൺ.